തമിഴ്നാട്. ഇതാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. ഈ കാണുന്നതാണ് പാം ഓയിൽ എണ്ണ കിട്ടുന്ന കുരുകളുണ്ടാവുന്ന മരം. ഓടിച്ചോടിച്ചങ്ങനെ റേഷൻ കട എത്തിയിട്ടുണ്ട്. പച്ചരി കാത്ത് നിൽക്കുന്ന യൂട്യൂബ് മുതലാളി. നമ്മൾ എണ്ണപ്പനയിലേക്ക് പോവുകയാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു എണ്ണപ്പന മരങ്ങൾ നട്ടു വളർത്തുന്നു. പണ്ട് വലിയ മരങ്ങളായിരുന്നു. പണ്ട് ഇത്രയും വലിയ മരങ്ങളായിരുന്നു പണ്ട് ആവശ്യത്ത്. അതെല്ലാം വെട്ടിക്കളഞ്ഞ് ഇവിടെ ഗ്രൗണ്ട് പണ്ട് ഇന്ദിരാഗാന്ധി വരാൻ വേണ്ടി ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. സത്യാവസ്ഥ എണ്ണപ്പനയിൽ ഇതാണ് എണ്ണപ്പനയിൽ പിടിക്കുന്ന കായ. മരം ഈ വലിയ മരത്ത് തന്നെ വെട്ടിയിട്ട് നട്ട കുഞ്ഞു മരങ്ങളാണ് ഈ വശത്തുള്ളത്. പിന്നെ അപ്പുറത്തോടെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ നാട് കാണാനായിട്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിസിറ്റിന് വരാറുണ്ട്. സിനിമ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ്. നല്ല ചുക്കായിട്ട് കാണാൻ പറ്റും. അവിടെയൊക്കെ പോയി വീഡിയോ പിടിച്ചിടുന്നതായിരിക്കും. അതെ, ഇനിയും വ്ളോഗർ വീഡിയോ പിടിച്ചിടുന്നതായിരിക്കും. ഞാനല്ല ഈ ചാനലിന്റെ വ്ളോഗർ. സോ അതൊക്കെ വ്ളോഗറുടെ ഉത്തരവാദിത്തങ്ങളിൽ വരും. മയില് പോണെന്ന് കാണിക്കുന്നുണ്ട്. മയില് ഇപ്പൊ കേരളത്തിലെ എല്ലായിടത്തും മുക്കിലും മൂലയിലും ഉള്ളത് കൊണ്ട് ഒരു അത്ഭുതമായിരിക്കില്ല. ഇത് വനം ചേർന്നിട്ടുള്ള ചേർത്തിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ പണ്ടേ ഉണ്ട്. ജനകീയമാവുന്നതിന് മുന്നേ ഇവിടെ മയിലുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മയിൽ കാണുന്നതിന് മുന്നേ തന്നെ ഇവിടെ സുലഭമായിട്ട് മയിലുകൾ കാണാൻ. മലകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ലുക്ക് കാണും. ഒന്നാമത്തെ രണ്ടാമത്തെ കണ്ട ഓയിൽ പാം എസ്റ്റേറ്റ് ആണ്. അതെ, ശരി. ആദ്യത്തെ ഓയിൽ പാം പ്രോജക്റ്റ് എന്തോ ആണിത്. നാടാണ് 500 മീറ്റർ അപ്പുറം നമ്മുടെ വീട്. അതെ, പിന്നെ ഈ മരം നടുന്നതിന് മുന്നേ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. വനമായിരുന്നു. അത് വെട്ടിത്തെളിച്ചിട്ട് ഓയിൽ പാം ചെയ്തു. മുമ്പാണ് ഇവിടെ ചെയ്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 10 വർഷം. അതപ്പോഴേ ഇവിടെ വെട്ടിത്തെളിച്ചിട്ട് ഓയിൽ പാം കൃഷി ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് അതെ, പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ പോച്ചയുണ്ട്. പിന്നെ അത് ഗവൺമെന്റിന്റെ ഭൂമിയല്ലേ, അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകും ചുമ്മാ രസത്തിന്. പിന്നെ റോഡെന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്, ഒന്നും പറയാനില്ല. പിന്നെ വേറെ വണ്ടികളൊന്നും അധികം പോകാത്തത് കൊണ്ട് ഉണ്ട് വണ്ടികൾ. ആൾക്കാരെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ കുറുക്ക് വഴിയായിട്ടൊക്കെ ആൾക്കാർ വരും മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട്. അല്ലാതെ ഒരു മെയിൻ റോഡ് അല്ലാത്തത് കൊണ്ടാണ് എന്തോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. കണ്ടാ മലകളൊക്കെ കണ്ടോ ഗൈസ്, ഒരു രക്ഷ. മഞ്ഞൊക്കെ ഇറങ്ങി ചില ഞങ്ങൾക്ക് മറ്റേ പൊന്മുടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പൊന്മുടിയിലോ വേറെ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇതൊക്കെ ഓഫീസാണ്, ഈ എണ്ണപ്പനയുടെ ഓഫീസ് ക്വാർട്ടേഴ്സുകളാണ്. ക്വാർട്ടേഴ്സിലല്ലോ, ഓഫീസുകളില്ല. അത് മാനേജർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അമ്മ ഭയങ്കര റൈഡർ ആയതുകൊണ്ട് കൊള്ളാം. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും മൂട് കുത്തിടിച്ചു. ഭയങ്കര മഞ്ഞുണ്ട് ഗൈസ്, ചെറിയൊരു മഞ്ഞുണ്ട്. അത് വീഡിയോയ്ക്കല്ലേ. അതെ, കോടമഞ്ഞുണ്ട്. വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റോ ഇല്ലേ? ഇതിലെല്ലാം ഇപ്പോഴത്തെ പ്ലാന്റേഷൻ ആണ്. പുതിയ പ്ലാന്റേഷൻ ചെറിയ തൈകളായിട്ട് വരുന്നതേ ഉള്ളൂ. കായ്ച്ച തുടങ്ങിയില്ല. എന്നെ കുരു ആയി തുടങ്ങിയില്ല. ഇത് വലിയ കറണ്ട് കമ്പിയും അതിന്റെ അപ്പുറത്ത് കുറച്ച് മലകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ KV ലൈനാണ്. കുന്നുകള്, ആ മലനിരകള് കാണാൻ പറ്റും ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത്. മലനിരകൾ ഇങ്ങനെ മഞ്ഞിറങ്ങി വരും. ഇതിന്റെ എണ്ണപ്പന തോട്ടത്തിനകത്ത് പോസ്റ്റാണ്. പറങ്കിമാവിന്റെ കൃഷിയുണ്ട്. ഇതൊരു വളം ഡിപ്പോയാണ്. ഇവിടെ എണ്ണപ്പനയില് പനയുടെ മുട്ടിയിടുന്ന വളങ്ങളൊക്കെ ശേഖരിച്ചിരിക്കുന്നത്. പനയുടെ മുട്ടിയിടുന്ന വളം ഓഫീസാണിത്. ഡിവിഷൻ ഓഫീസ്. അവിടെ ആളില്ലേ?
വെച്ച് പണിയാൻ പടക്കി. ഇത് നമ്മളെ പറങ്കിമാൻ തോട്ടം. എണ്ണപ്പനക്കകത്തുള്ള പറങ്കിമാൻ തോട്ടം. ഞാനും ഇവിടെയൊക്കെ വരുന്നത് കുറേ സമയത്തിന് ശേഷമാണ്. ഇവിടെ ഇങ്ങനെ പറയും. ഇപ്പം ഇന്ന് ഇതുവരെയാണ്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് ഈ എണ്ണപ്പനയ്ക്കകത്ത്. ഉണ്ടോ, നല്ല ഭംഗി ഉണ്ടാക്കുന്നൊക്കെ കാണാനായിട്ട്. അതൊക്കെ പനകളാണല്ലോ അല്ലേ? അതൊക്കെ വനമാണല്ലേ അമ്മ? സൂം ചെയ്ത് കാണിക്കാൻ അമ്മ തിരിക്കുവാണ് വണ്ടി. വഴികളാണ് അങ്ങോട്ടുള്ളിലോട്ട് പോകണ ആൾക്കാരൊക്കെ നടന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന വഴികളാണല്ലേ. വെള്ളച്ചാട്ടം നമുക്ക് ആക്ച്വലി വെള്ളച്ചാട്ടം കാണാനോ കോടമഞ്ഞ് കാണാനോ മലനിരകൾ കാണാനോ ആവശ്യമില്ല. പക്ഷെ നമ്മൾ പോവാറുണ്ട്. പെട്ടെന്നൊരു ആവശ്യം വന്നതിന് നമുക്ക് ഇങ്ങോട്ട് കാണാം. അതെ, പെട്ടെന്ന് ഇങ്ങനെ കാണണമെന്നൊരു ആവശ്യം വന്നതിന് ഇങ്ങോട്ടൊന്ന് കാണാം. ഇവിടെ കാണിച്ചു തരാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതൊക്കെ നമ്മൾ കാണിച്ചു തരും നമ്മളെ ചാനലിൽ കൂടെ. നമ്മളെ നാടും എല്ലാം നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചു തരും. നിങ്ങളെ സുഹൃത്തുക്കളെല്ലാം കാണിച്ചു തരും. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാം കാണിച്ചു തരും. അതെ അതെ, എല്ലാം നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ കൂടണം എന്നൊക്കെ കാണണമെങ്കിൽ. പിന്നെ കിട്ടുന്നില്ല പോണത് ഒരിച്ചിരി ടാറും പിന്നെ റോഡ്. ഇത് വലിയ ടിപ്പറൊക്കെ പോകുന്ന റോഡാണ്. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓയിൽ പാമ്പിൻ്റെതാണ്. ഇന്ത്യ ഗവൺമെന്റ്. അതെ, ടിപ്പറൊക്കെ ഉണ്ട്. വേറെ പഞ്ചായത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റോഡിൽ കയറാൻ പറ്റും. ബൈ റോഡായിട്ട് കയറാൻ പറ്റും ഈ എണ്ണപ്പനയ്ക്കകത്തൂടാ. എനിക്കറിയാം. അപ്പൊ ഇതിനകത്ത് ഒരുപാട് മയിലുകളും പന്നിയും അതുപോലെ തന്നെ ആളുകളുടെ പശുക്കളും വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് പശുക്കളൊക്കെ വരുന്നതിനൊക്കെ നിൽക്കും. ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മുഖം കുത്തി വീഴും. അങ്ങനെ വീണ ചരിത്രം ഒരുപാട് പേർക്കുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. കാരണം കട്ടർ കൊണ്ട് രണ്ട് വശത്തും വനമുണ്ട്. അതിന്റെ നടുക്കൂടെ നമ്മളുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഡ്രൈവിംഗ് പഠിക്കാനും ഒരുപാട് വണ്ടികളാണ്. ഡ്രൈവിംഗ് പഠിക്കുന്നത് മൊത്തം ഇവിടെ വന്നാടി നാട്ടിലുള്ളവര്. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു വൃന്ദാവനമാണിത്. ആ മയിൽ ഇതുവരെ പോയിട്ടില്ല. ഒരു പീലിമയില് നല്ല നീളമുള്ള പീലിയുള്ള ഒരു മയില്. നമ്മൾ പറ്റുവാണെങ്കിൽ പറക്കുന്നില്ല. എക്സ്ക്യൂസ് മീ, ഇത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായിരിക്കും. വേണ്ട, ഈ എണ്ണപ്പനക്കുരു കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. എണ്ണപ്പന കാണാൻ പറ്റൂടെ? ഇതാണ് കുരു. ഇതാണ് ഈ മരത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുരു. ആ മരത്തിലൊക്കെ ഉണ്ട്, കാണാൻ പറ്റും നമുക്ക് ആ മരത്തിൽ നിൽക്കുന്നത്. ഇതിപ്പോ പുതിയ മോഡൽ തൈ ആയതുകൊണ്ട് കുഞ്ഞിലേ ഉണ്ടാവും. മറ്റേത് കൊണ്ട് ഈ ആനപ്പുറത്ത് പോലെ ഇതുപോലെ ആവും ആകാശം മുട്ടയുള്ള മരങ്ങൾ. ഈവനിങ് സവാരിക്ക് വരുന്നത് ഇവിടെയാണ്. മൊത്തത്തിലൊരു ഓൾറൗണ്ട് സ്ഥലമാണിത്. നാട്ടുകാരുടെ ഒരു കേന്ദ്രമാണിത്. നടക്കാൻ വരും, ഡ്രൈവിംഗ് പഠിക്കാൻ വരും, ചുമ്മാ വന്നിരിക്കും, ചുമ്മാ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കാൻ വരും. പിന്നെ രാത്രിയാകുമ്പോൾ വനത്തിൻ്റെ ഉള്ളിലോട്ടായി പോകത്തില്ല. കാരണം അറിയാലോ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് ഇതിനകത്ത്. കാരണം ജോലിക്കാർ കാണും. എണ്ണപ്പനയിൽ വർക്ക് ജോലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നിയന്ത്രണം ഇല്ല. കാരണം കാടും കൂടെ ആയതുകൊണ്ട് അങ്ങനെയും കൂടെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരു പറ്റം പോത്തുകുട്ടികൾ വരുന്നുണ്ട്. പോത്തുകൾ പോയിട്ട് നമുക്ക് പോവാല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. നല്ല കറുകറുത്ത പോത്തുകൾ. ബീഫ് വരട്ടിയത് ഓർമ്മ രാവിലെ കൊണ്ടാക്കിയിട്ട് വൈകുന്നേരത്ത് അടിച്ചോണ്ട് പോവുകയാണ് ആളുകൾ. അതെ, കന്നാലി വളർത്താനൊന്നും ഒരു പാടുമില്ല ഇവിടെ ആക്ച്വലി. ആൾക്കാർ വണ്ടി ഓടിച്ചിട്ട് രാവിലെയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് മനുഷ്യയാണെങ്കിലും ചില സമയത്ത് കുഴപ്പമില്ല. ചില സമയത്ത് പറയും പോകാൻ പറ്റുന്നാലും വാച്ചറുണ്ട്. മുന്നേ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഉണ്ട് അല്ലേ? നേരത്തെ ഉണ്ട്, പക്ഷെ ഇത്ര സ്ട്രിക്റ്റ് അല്ല. ഇതാ അമ്പലത്തിന്റെ ഫ്രണ്ടില് ഗ്രൗണ്ട് ഉണ്ട്. അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ
ഗ്രൗണ്ട് ഉണ്ട്, അമ്പലമുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. ഇത് വലിയ ടാങ്ക് വെള്ളം ഇങ്ങനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള അത് തന്നെ ക്വാർട്ടേഴ്സിലെ ആൾക്കാർ അതെ. ഇവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മൊത്തം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഓരോരുത്തർക്കും കിണറില്ലേ. അതെ, ഓരോരുത്തർക്കുള്ള കിണറില്ല, പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ക്വാർട്ടേഴ്സ്. പക്ഷെ ഇവിടെ ഒന്നും ഇപ്പൊ ആൾക്കാർ താമസിക്കാറില്ല. മുന്നേ എല്ലാ ക്വാർട്ടേഴ്സിലും ആള് താമസിക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ക്വാർട്ടേഴ്സിലേ ഉള്ള ആൾക്കാര്. പണ്ട് ഈ ക്വാർട്ടേഴ്സിലുള്ള എല്ലാ ആൾക്കാരും